ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ നീച്ച് കുളിച്ചു മാറ്റി ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കാട്ടില്ലേ. നീച്ചം കുറച്ച് വൈകിയോണ്ടേ ഒക്കെ ചടപടാന്ന് പറഞ്ഞു നോക്കി. മാറ്റിലൊക്കെ കഴിഞ്ഞ് സുബിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഫുഡും കഴിച്ച് നമ്മൾ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ലേ. പുറത്തേക്ക് എത്തിയപ്പോൾ നമ്മളെ വണ്ടിയുടെ വെയിറ്റ് ചെയ്ത് നിന്നു. വണ്ടി കയറി നമ്മൾ ഓഫീസ് കൂട്ടി നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് 12 മണി വരെ ഓഫീസ്. അപ്പൊ അതുവരെ നമ്മൾ വർക്ക് ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ പള്ളിക്ക് വിട്ടു. അവിടുന്ന് ജുമസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മളെ റൂമിക്ക് തെറിച്ചു. റൂമിക്ക് എത്തി നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചാൻ വേണ്ടി കുത്തിരുന്നു. ഫുഡ് എന്താ നോക്കിയപ്പോൾ നല്ല ഫിഷ് ബിരിയാണി. അങ്ങനെ അതും അടിച്ച് നമുക്ക് കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. തിരുമ്പാലൊക്കെ ഒരു ബക്കറ്റിൽ കുത്തി കയറ്റി അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് ഇനി നമുക്ക് ഉച്ചക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലാത്തപ്പോ അബുദാബി വരെ പോവല്ലേ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ ഷാബിന്ന് ഇറങ്ങി അബുദാബിയിൽ നമ്മളെ ചുങ്കത്തിന്റെ ഇളയപ്പാന്റെ റൂമിൽ എത്തി. നമ്മൾ വന്നതിന്റെ സ്പെഷ്യൽ ആയിട്ട് ഇളയപ്പ നമുക്ക് നല്ല മട്ടൻ കറി ഉണ്ടാക്കി തരാറ്. മട്ടൻ കറിയും ഫുഡൊക്കെ ആവാൻ കുറച്ച് വൈകുന്നു പറഞ്ഞപ്പോഴേ നമ്മൾ അവിടുന്ന് കുറച്ച് ചിപ്സും ബേക്കറി ഒക്കെ എടുത്ത് തിന്ന് അവിടെ കുത്തിരുന്നു. എന്തായാലും സംഭവം റെഡി ആവാൻ വേണ്ടി ടൈം ആവും പറഞ്ഞപ്പോൾ ഞങ്ങൾ അബുദാബി സിറ്റിക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. സിറ്റിക്ക് ഇറങ്ങി ഇവിടെ ഒരു പാർക്കിൽ ബാസ്കറ്റ് ബോളിന്റെ ടൂർണമെന്റ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചേരം അത് നോക്കി അങ്ങനെ കുത്തിരുന്നു. അവിടെ കുറച്ചേരം അവിടെ നിന്ന് ബോറടിച്ചപ്പോ ചുങ്കം പറഞ്ഞു ഒന്ന് അവിടെ അടുത്തുള്ള കോർണിഷിക്ക് പോവാറ്. ചുങ്കം പിന്നെ ഫസ്റ്റ് ഒരു മാസം അബുദാബി നിന്നുകൊണ്ട് എനിക്ക് ഇവിടെ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം കുറച്ച് നടന്നുകൊണ്ടേ ആകെ കുഴങ്ങി. കോർണിഷിക്ക് എത്തി കുറച്ചേരം നമ്മൾ അതിനെ അങ്ങനെ 4 വരം നടന്നു. ഇവിടെ പിന്നെ നാഷണൽ ഡേ വരാനായതുകൊണ്ട് റോഡൊക്കെ ഇപ്പൊ ഫുള്ള് കളർഫുൾ ആണ്. അവിടെ ഇരുന്ന് പൂതി മാറിയപ്പോ അവിടുന്ന് തെറിച്ച് നമ്മളെ ഇളയപ്പാന്റെ റൂമിൽ കൂട്ട് ഫുഡ് കഴിച്ചാൻ വേണ്ടിട്ടേ റൂമൊക്കെ എത്തി. നമുക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ നമ്മൾ അടിച്ചിട്ട് ഇനി നമുക്ക് നമ്മളെ ഗില്ലിക്ക് പോകേണ്ട സമയം. അടുത്ത ബസ്സും പിടിച്ചു നമ്മൾ അവിടുന്ന് പോന്നിട്ടില്ലേ. എന്നാ ശരി എന്നാ.